എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെയിൻ എക്സാം ആണ്. അപ്പോൾ KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. 40 മാർക്കിനാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം വരുന്നത്. 10th ലെവലും അതുപോലെ തന്നെ 12th ലെവലിൻ്റെയും സിലബസ് ഏകദേശം ഒരേ പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ രണ്ട് സെക്ഷനും, അതായത് 10th-നും 12th-നും മെയിൻ എക്സാമിന് 40 മാർക്കിനാണ് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു സെക്ഷൻ. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിലെ 2 പോർഷൻസ് നമ്മൾ ക്വിക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വേർഡ് 2007-ഉം അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ക്വിക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ക്വിക്ക് റിവിഷനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓപ്ഷൻസും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു പ്രാവശ്യം മാത്രമേ പറയുന്നുള്ളൂ. ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷൻസും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസ് കണ്ടിട്ട് ഈ ഒരു സീരീസ് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാവും. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ടൂൾ ഫോർമാറ്റ്സ് എ റേഞ്ച് ഓഫ് സെൽസ് ആൻഡ് കൺവേർട്ട് ദം ടു എ ടേബിൾ ബൈ ചൂസിങ് എ പ്രീ ഡിഫൈൻഡ് ടേബിൾ സ്റ്റൈൽ. Options: Option A, format as table. Option B, wrap text. Option C, merge and center. Option D, orientation. Answer ഓപ്ഷൻ എ ആണ്, ഫോർമാറ്റ് ആസ് ടേബിൾ ആണ്. ഫോർമാറ്റ് ആസ് ടേബിൾ എന്നുള്ള ആ ടൂളിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു റേഞ്ച് ഓഫ് സെൽസിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടേബിൾ സ്റ്റൈൽസിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമാറ്റ് ആസ് ടേബിൾ എന്നുള്ള ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കോളംസ് എക്സൽ ഇൻസേർട്സ് ന്യൂ columns to the dash. Options: Option A, right of the selection. Option B, left of the selection. Option C, above the selection. Option D, below the selection. Answer ഓപ്ഷൻ ബി, ലെഫ്റ്റ് ഓഫ് ദ സെലക്ഷൻ ആണ്. അതായത് എക്സലിൽ പുതിയ കോളംസ് ഇൻസേർട്ട് ആവുന്നത് ആ ഒരു സെലക്ഷൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ്. അതായത് സെലക്ട് ചെയ്ത കോളത്തിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് പുതിയ കോളം ഇൻസേർട്ട് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ റോസ് എക്സൽ ഇൻസേർട്ട്സ് ന്യൂ റോസ് ടു ദ ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, റൈറ്റ് ഓഫ് ദ സെലക്ഷൻ. ഓപ്ഷൻ ബി, ലെഫ്റ്റ് ഓഫ് ദ സെലക്ഷൻ. ഓപ്ഷൻ സി, അബവ് ദ സെലക്ഷൻ. ഓപ്ഷൻ ഡി, ബിലോ ദ സെലക്ഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, അബവ് ദ സെലക്ഷൻ ആണ്. അതായത് നമ്മൾ എക്സലിൽ ന്യൂ റോസ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ റോസ് എവിടെയാണ് ഇൻസേർട്ട് ആവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു റോയിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു പുതിയ റോസ് ഇൻസേർട്ട് ആവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ കോളംസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്ത കോളത്തിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കും, അതുപോലെ തന്നെ റോസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ സെലക്ട് ചെയ്ത റോയിൻ്റെ എബവ് ആയിട്ടാണ് പുതിയ റോ ഇൻസേർട്ട് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഹോം ടാബ് നമ്പർ ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, ഹോം ടാബ് സ്റ്റൈൽസ് ഗ്രൂപ്പ്. ഓപ്ഷൻ സി, ഹോം ടാബ് സെൽസ് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി, ഹോം ടാബ് എഡിറ്റിംഗ് ഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹോം ടാബ് എഡിറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് സം ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഹോം ടാബിലെ എഡിറ്റിംഗ് ഗ്രൂപ്പിലാണ്. Next question, dash is used to distribute a pattern into one or more adjacent cells. Options: Option A, clear. Option B, fill. Option C, sort. Option D, filter. Answer ഓപ്ഷൻ ബി, fill ആണ്. അതായത് fill എന്നുള്ള ഓപ്ഷനാണ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒന്നിലധികമോ സെൽസിലേക്ക് ഒരു പാറ്റേൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
Next question, dash command clears everything from the cell or selectively removes the formatting, the contents or the comments. Options: option A clear, option B fill, option C sort, option D filter. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ലിയർ ആണ്. അതായത് ക്ലിയർ കമാൻഡ് ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി ആ ഒരു സെല്ലിലെ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടൻസ് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്ലിയർ കമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു അറേഞ്ച് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസിയർ ടു അനലൈസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ക്ലിയർ, ഓപ്ഷൻ ബി ഫിൽ, ഓപ്ഷൻ സി സോർട്ട് ആൻഡ് ഫിൽറ്റർ, ഓപ്ഷൻ ഡി ഫൈൻഡ് ആൻഡ് സെലക്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, സോർട്ട് ആൻഡ് ഫിൽറ്റർ ആണ്. അതായത് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റേനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് അനലൈസിങ്ങിന് എളുപ്പമാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ആൻഡ് സെലക്ടിങ് സ്പെസിഫിക് ടെക്സ്റ്റ് formatting or type of information you want from within the worksheet. Options: option A clear, option B fill, option C sort and filter, option D find and select. Answer option D find and select ആണ്. അതായത് ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു വർക്ക്ഷീറ്റിന് ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു വർക്ക്ഷീറ്റിലെ സ്പെസിഫിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, use of the dash option to replace the information with new text or formatting. Options: option A clear, option B replace, option C sort and filter, option D find and select. Answer ഓപ്ഷൻ ബി ആണ്, റീപ്ലേസ് ആണ്. അതായത് റീപ്ലേസ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിനെ പുതിയ ടെക്സ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിംഗ് മാറ്റിയിട്ട് പുതിയൊരു ഫോർമാറ്റിംഗ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞാണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു കമാൻഡ് ആ ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് ഫോർമാറ്റിംഗ് ആ ഒരു കണ്ടൻസിൻ്റെ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ പുതിയ ടെക്സ്റ്റിലേക്ക് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഒഴിവാക്കിയിട്ട് പുതിയതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ആ ഒരു കുറച്ച് ഡാറ്റേനെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ അനലൈസിങ്ങിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വർക്ക് ബുക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്പെസിഫിക് ഡാറ്റേനെ ഫൈൻഡ് ആൻഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. Next question, extension of Excel Workbook 2007 is. Options: option A .xlsx, option B .xls, option C .csv, option D none of the above. Answer option A ആണ്, .xlsx ആണ്. അതായത് എക്സൽ വർക്ക് ബുക്ക് 2007 എക്സ്റ്റൻഷൻ ആണ് .xlsx. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, extension of Excel Workbook up to 2003 is. Options: option A .xlsx, ഓപ്ഷൻ ബി .xls, ഓപ്ഷൻ സി .csv. ആൻസർ ഓപ്ഷൻ ബി ആണ്, .xls ആണ്. അതായത് എക്സൽ വർക്ക് ബുക്ക് 2007 എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .xlsx ആണ്. 2003 വരെയുള്ളതാണെങ്കിൽ .xls ആണ്. അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഏതാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീസ് ആർ യൂസ്ഡ് ടു സമ്മറൈസ് ആൻഡ് ഓർഗനൈസ് കോംപ്ലിക്കേറ്റഡ് ഡാറ്റ. Rows and columns can be interchanged. Options: option A pivot table, option B table, option C charts, option D none of these. Answer option A pivot table ആണ്. അപ്പോൾ ഈ pivot table എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റേനെ സമ്മറൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പിവറ്റ് ടേബിൾസിൻ്റെ റോസും കോളംസും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാനും കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, types of shapes available in MS Excel 2007 is. Options: option A flowcharts and callouts, option B lines and rectangles, option C equations and circles, option D all of these. Answer option D all of these ആണ്. അതായത് ഈ ഒരു MS Excel 2007 അവൈലബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഷേപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഫ്ലോ ചാർട്ട്സ് അവൈലബിൾ ആണ്, കോളൗട്ട്സ്, ലൈൻസ്, റെക്ടാങ്കിൾസ്, ഇക്വേഷൻസ്, സർക്കിൾസ്. ഇതൊക്കെ ഈ ഒരു MS Excel 2007 അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ് ആണ്.
Next question, dash automatically creates a column chart. Options: option A F1, option B F8, option C F11, option D F12. ആൻസർ ഓപ്ഷൻ സി F11 ആണ്. അതായത് F11 എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ കീ ഓട്ടോമാറ്റിക്കലി ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ അവിടെ ഒരു ആ ചാർട്ട് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ആവും. Next question, dash chart used to visually compare values across a few categories. Options: option A bar, option B pie, option C column, option D line. ആൻസർ ഓപ്ഷൻ സി ആണ്, കോളം ആണ്. അതായത് കോളം ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വാല്യൂസിനെ കുറച്ച് കാറ്റഗറീസ് ഓഫ് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വലി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വിഷ്വലി കമ്പയർ വാല്യൂസ് അക്രോസ് എ ഫ്യൂ കാറ്റഗറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash charts are used to show trends for categories or over a period of time such as days, months or years. Options: option A bar, option B pie, option C column, option D line. ആൻസർ ഓപ്ഷൻ ഡി ലൈൻ ആണ്. അതായത് ലൈൻ ചാർട്ട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ട്രെൻഡ്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാറ്റഗറീസിൻ്റെ ട്രെൻഡ്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പീരിയഡ് ടൈമിൽ, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ് തുടങ്ങിയവ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ചാർട്ട്സ് ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഐറ്റം ടു ദ ടോട്ടൽ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബാർ, ഓപ്ഷൻ ബി പൈ, ഓപ്ഷൻ സി കോളം, ഓപ്ഷൻ ഡി ലൈൻ. ആൻസർ ഓപ്ഷൻ ബി പൈ ആണ്. അതായത് പൈ ചാർട്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് ടോട്ടൽ ഐറ്റത്തിലേക്ക് ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൈ ചാർട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ചാർട്ട്സ് ആർ ദ ബെസ്റ്റ് ചാർട്ട് ടൈപ്പ് ഫോർ കമ്പയറിംഗ് മൾട്ടിപ്പിൾ വാല്യൂസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബാർ, ഓപ്ഷൻ ബി പൈ, ഓപ്ഷൻ സി കോളം, ഓപ്ഷൻ ഡി ലൈൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ബാർ ആണ്. അതായത് ബാർ ചാർട്ട്സ് ആണ് മൾട്ടിപ്പിൾ വാല്യൂസിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ചാർട്ട് ടൈപ്പ്. അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻസും എന്താണെന്നുള്ളത് ഒന്നുകൂടി പറയാം. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ചാർട്ട്സ് ഉപയോഗിക്കുന്നത് ട്രെൻഡ്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കാറ്റഗറീസിൻ്റെ ട്രെൻഡ്സ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ് തുടങ്ങിയവയുടെ പീരീഡ് ആ ഒരു ഇതിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻ ചാർട്ട്സ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് കോളം ചാർട്ടാണ്. കോളം ചാർട്ട് വിഷ്വലി കമ്പയർ വാല്യൂസ് അക്രോസ് എ കാറ്റഗറീസ്, അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പൈ ചാർട്ട്സ് ഉപയോഗിക്കുന്നത് ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ, ടോട്ടൽ ഐറ്റത്തിലേക്കുള്ള ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൈ ചാർട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ചാർട്ട്സ് എംഫസൈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ സെവറൽ സെറ്റ്സ് ഓഫ് ഡാറ്റ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോളം, ഓപ്ഷൻ ബി ലൈൻ, ഓപ്ഷൻ സി ഏരിയ, ഓപ്ഷൻ ഡി സ്കാറ്റർ. ആൻസർ ഓപ്ഷൻ സി ഏരിയ ആണ്. അതായത് ഏരിയ ചാർട്ട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഡാറ്റേൻ്റെ സെവറൽ സെറ്റ്സ് ഓഫ് ഡാറ്റേൻ്റെ ഡിഫറൻസസ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ ചാർട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ സെറ്റ്സ് ഓഫ് ഡാറ്റേൻ്റെ സെവറൽ സെറ്റ്സ് ഓഫ് ഡാറ്റേൻ്റെ ഡിഫറൻസസ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ ചാർട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ചാർട്ട്സ് കമ്പയർ പെയർസ് ഓഫ് വാല്യൂസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോളം, ഓപ്ഷൻ ബി ലൈൻ, ഓപ്ഷൻ സി ഏരിയ, ഓപ്ഷൻ ഡി സ്കാറ്റർ. ആൻസർ ഓപ്ഷൻ ഡി സ്കാറ്റർ ആണ്. അതായത് സ്കാറ്റർ ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ പെയർസ് ഓഫ് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട്സ് ആണ് സ്കാറ്റർ ചാർട്ട്സ്. ഏരിയ ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സെവറൽ സെറ്റ്സ് ഓഫ് ഡാറ്റേനെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഡിഫറൻസസ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ ചാർട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പെയർസ് ഓഫ് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്കാറ്റർ ചാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കാറ്റർ ചാർട്ട്സ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോളം, ഓപ്ഷൻ ബി ലൈൻ, ഓപ്ഷൻ സി ഏരിയ, ഓപ്ഷൻ ഡി XY ചാർട്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, XY ചാർട്ടാണ്. സ്കാറ്റർ ചാർട്ട്സിനെ XY ചാർട്ട് എന്നും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൺലി വിസിബിൾ വെൻ ദ ചാർട്ട് ഈസ് സെലക്റ്റഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡിസൈൻ, ഓപ്ഷൻ ബി ലേഔട്ട്, ഓപ്ഷൻ സി ഫോർമാറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ടാബ്സ് ആണ്, 3 ടാബ്സ് ആണ്. ഡിസൈൻ ടാബ്, ലേഔട്ട് ടാബ്, ഫോർമാറ്റ് ടാബ്. അപ്പോൾ ഈ ചാർട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഈ 3 ടാബ്സും കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല.
Next question, dash command will rotate the data displayed on the x and y axis. Options: option A, orientation. Option B, switch row or column data. Option C, rotate. Option D, none of these. Answer option B ആണ്, സ്വിച്ച് റോ ഓർ കോളം ഡാറ്റയാണ്. അതായത് ഈ സ്വിച്ച് റോ ഓർ കോളം ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു എക്സിലും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡാറ്റ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, change chart type, switch row or column data, change chart layout, change chart style, move chart command are available in dash tab. Options: option A, design. Option B, layout. Option C, format. Option D, insert. Answer option A ആണ്, ഡിസൈൻ. അതായത് ഡിസൈൻ ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ചേഞ്ച് ചാർട്ട് ടൈപ്പ്, സ്വിച്ച് റോ ഓർ കോളം ഡാറ്റ, ചേഞ്ച് ചാർട്ട് ലേഔട്ട്, ചേഞ്ച് ചാർട്ട് സ്റ്റൈൽ, മൂവ് ചാർട്ട് കമാൻഡ്. ഇതൊക്കെ ഡിസൈൻ ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഞ്ച് ഓഫ് സെൽസ് ദാറ്റ് മേക്കപ്പ് എ ചാർട്ട് ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ടൈറ്റിൽ. ഓപ്ഷൻ ബി, സോഴ്സ് ഡാറ്റ. ഓപ്ഷൻ സി, ആക്സസ്. ഓപ്ഷൻ ഡി, ലെജൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സോഴ്സ് ഡാറ്റയാണ്. അതായത് ഈ ഒരു ചാർട്ടിനെ ഉണ്ടാക്കുന്ന റേഞ്ച് ഓഫ് സെൽസിന്, അതായത് ഈ ചാർട്ടിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചാർട്ട് നമ്മൾ രൂപീകരിക്കാൻ, അതായത് ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റയാണ് സോഴ്സ് ഡാറ്റ. സോഴ്സ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 75 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.